അപ്പൊ ഇങ്ങനെ ഒന്ന് മയത്തി ചവിട്ടി ഫസ്റ്റിലോട്ട് അങ്ങിട്ട് ഈ ആക്സിൽ കൊടുത്ത ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും. ഉറങ്ങുന്നാ നീരുന്ന്? അയ്യോ, ഞാൻ വല്ല പണിക്ക് ഞാൻ പോവാ. നീ ആക്സിലറേറ്റർ ചവിട്ടി ക്ലച്ച് വിട്ടിട്ട് എന്നിട്ട് ക്ലച്ച് വിട്ടിട്ട് മാങ്ങ പോയി പറിച്ചോണ്ട് വരണം. എടാ സോറി ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യനെ. എടാ ഗിയർ ഇട്ട് ഗിയർ അങ്ങോട്ട് കൊണ്ടിടാൻ ചക്കരയല്ലേ? ഒന്ന് പറഞ്ഞോ. മയത്തെ ചവിട്ടി ഫസ്റ്റിലേക്ക് ഇടുക. ആക്സിൽ മയ കൊടുത്താൽ ഈ വണ്ടി ഇറങ്ങി തുടങ്ങും. എടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ രണ്ട് സംഭവം ചെയ്യുമ്പോഴേ താഴോട്ട് നോക്കണ്ടേ? താഴോട്ട് നോക്കിയാൽ നീ അപ്പൊ തന്നെ മകളോട്ടൊക്കെ നോക്കണം. വണ്ടി എല്ലായിടത്തും ഇടിച്ചാൽ കയറും. അല്ല പെണ്ണ്. അയ്യോ, എന്നാ പിന്നെ ഞാൻ പഠിക്കുന്നു. എന്റെ പൊന്നെ, ഇപ്പൊ ഇങ്ങനത്തെ വണ്ടിയൊന്നും ആരും ഓടിക്കുമല്ലേ? ഇപ്പൊ നിനക്ക് കിട്ടുന്ന വേറെ ആയിരിക്കും. ഇത് ചുമ്മാ ഇതിലൊന്ന് പഠിച്ചാൽ പിന്നെ ബേസ് കിട്ടും. പിന്നെ എങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കാം. പഠിപ്പിക്കും ഇങ്ങനെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നവരുടെ കൂടെ മൂട് പോകത്തില്ലേ? സഞ്ജു കൂടെ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇടുക, പയ്യെ കൊടുക്കുക, വണ്ടി ഇറങ്ങി തുടങ്ങും. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കണ്ടല്ലേ ചേച്ചി? നീ ഇങ്ങോട്ട് വന്നേ. ഇത് എന്തോന്ന്? ഒരു കാര്യണ്ട്. എന്തോന്ന് കാര്യം? ഈ നിർത്തിയിട്ട വണ്ടിയിലാണോടാ നീ ഡ്രൈവിംഗ് പഠിപ്പിക്കണേ? അത് പിന്നെ അച്ഛമ്മക്ക് ഇത് തന്നില്ല. അച്ഛമ്മക്ക് പേടിയാ. അല്ലെ പിന്നെ ഞാൻ അവളെ വഴി കൂടെ ഓടിച്ചിട്ട് പഠിപ്പിച്ചേനെ. അല്ല, ഇതന്നെ ഇവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഇവളെ നീ പഠിപ്പിക്കൊന്നും വേണ്ട. നീ ഇങ്ങോട്ട് വന്നേ. വാ. ചേച്ചിക്ക് ഒരു കഴിവില്ല. ഇവളെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? നീ ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ട. ഞാൻ ഡ്രൈവിംഗ് പഠിക്കണ്ട ചേച്ചി വേണം തീരുമാനിക്കണം. അങ്ങോട്ട് ഞാനാണ് തീരുമാനിക്കണേ. അതങ്ങനെ? ഇവനെ എന്റെ ആങ്ങളെയാ. ഇവനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാണ്ട്. വാടാ. എന്റെ പിന്നെ അച്ഛനാണല്ലോ. നീ വാടാ, നീ എന്നെ പഠിപ്പിക്കും. സഞ്ജു, എന്റെ റൂമിലെ ഫാൻ ക്ലീൻ ചെയ്യാൻ നീ വന്നേ. ഒന്ന് കൈവിട്ടെ. ഞാൻ ആര് ചേച്ചിയുടെ അടിമയാ പറയുമ്പോഴത്തേനും വന്ന് ഫാനൊക്കെ അങ്ങ് തുടച്ചു തരാൻ? എടാ, ഞാൻ നിന്റെ ചേച്ചിയല്ലേ? അതിന് അപ്പൊ ഞാൻ പറയണ നീ കേൾക്കൂല? ഇങ്ങനെ ആജ്ഞാപിച്ചാലേ ഈ സഞ്ജു ആര് പറയുന്ന കേൾക്കൂല. വേണേ ഒന്ന് താണ കണക്ക് പറഞ്ഞു നോക്കെ, ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കാം. നിന്റെ കാല് പിടിക്കണോ നീ? പിടി കാലു. ഇപ്പൊ സഞ്ജുവിന് വരാൻ സൗകര്യല്ലേ? ഇവിടെ ഞാൻ ഇതൊന്ന് പഠിപ്പിക്കട്ടെ. വണ്ടി കയറി. എന്തോ വണ്ടി കയറി. നീ വരില്ല? വരാൻ മനസ്സിൽ. നീ ഇങ്ങോട്ട് വാടാ. അത് പോട്ട് നീരി. അല്ല നീ ഇപ്പൊ എന്തോന്ന് പറഞ്ഞേ? അല്ല എങ്ങോട്ടോ എന്തോ വാടാന്നെന്തോ? പഠിപ്പിക്ക്. ഞാനിപ്പൊ എന്താ പറഞ്ഞ? സഞ്ജുനോട് ആജ്ഞാപിച്ച സഞ്ജു അല്ലയോ ബഹുമാനപ്പെട്ട സഹോദര, ഒന്ന് വന്ന് പഠിപ്പിക്കാവോ സഹോദരിനെ? സഹോദരി അങ്ങോട്ട് നീങ്ങിരി. ഒരു മണ്ണിനും ചുണ്ടാമ്പിനും കൊള്ളയിടത്ത രണ്ട് പെങ്ങം. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? എന്ത് ചവിട്ടണം? ക്ലച്ച് വിടണം. ക്ലച്ച് എങ്ങോട്ട് വിടാൻ? താഴോട്ട്. വിട്ടോണ്ടിരുന്നു. മയത്തി ചവിട്ടണം, ഫസ്റ്റ് ഇടണം. ആക്സിൽ കൊടുക്കുമ്പോ വണ്ടി എന്ത് ചെയ്യും? ഇടി ആക്സിൽ കൊടുത്താ വണ്ടി എന്തോ ചെയ്യൂടി? വണ്ടി അനങ്ങും. പിന്നെ പിന്നെ പോകെ ഗിയറൊക്കെ മാറ്റി ഞാൻ പഠിപ്പിക്കാം. അപ്പൊ നീ ബാക്കി ഇതൊക്കെ ഒന്ന് കാണാപ്പാടും പഠിച്ചോ. ഇവിടെ അതെന്തോ സാധനം? ഇതല്ലേ ആക്സിലറേറ്റർ. ഓക്കെ, നല്ല കാര്യം. പഠിച്ചു, നല്ല കാര്യം. വെരി ഗുഡ്. നീ വണ്ടി ഓടിക്കും. നീ മര്യാദയ്ക്ക് പറഞ്ഞു തരത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. മുന്നിൽ കഴിഞ്ഞ ഉറക്കം നോക്കാൻ ഞാൻ എന്താ പറഞ്ഞു തരാനാ? ഉറക്ക തൂക്കാത്ത രീതിയിൽ പറഞ്ഞു തരണം. എന്നെ കൊണ്ട് ഇരുന്നോണ്ടിരിക്കാനേ കഴിയുള്ളൂ. നീ ചെയ്തോ. പഠിച്ചു. ഇവിടെ ആ കാലൊക്കെ വെച്ച് ചവിട്ടി ഇതൊക്കെ നോക്കാം. ഇതൊക്കെ എന്താ സാധനം? ഈ സ്വിച്ച് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നീ പോ. ഞാൻ പഠിച്ചോളാം. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചോളാം. അതിനെ ഉള്ളൂള്ളൂ. യൂട്യൂബ് നോക്കി പഠിച്ചോ. അന്ന് കറി ഉണ്ടാക്കിയ പോലെ ആയിക്കോളൂ. മാറി. നീ എന്നാന്ന് ഗീത ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്നോട്? ആ റംലയും പിന്നെ മോഹിനിയും ഉണ്ടല്ലോ, രണ്ടാളും കള്ളത്തരം പറയാൻ വേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത്. അവളെ ഭർത്താവിന് വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത് മരപ്പട്ടി മമ്പതാന്ന്. അത് നീ പറഞ്ഞത് കറക്റ്റാ. കാരണം അവളെ കൂടെ ജീവിക്കണമെങ്കിൽ മരപ്പട്ടിക്കൊക്കെ പറ്റൂ. ഞാൻ പിന്നെ ബാക്കി പറയട്ടാ. നീ വെച്ചോ. പറഞ്ഞോ. എന്തിനാ എന്നെ കണ്ട് ഫോൺ കട്ട് ചെയ്യുന്നത്? അതെനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ സസ്പെൻസ് ഇട്ടിട്ട്
ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ത്രില്ല. നിനക്ക് ഞാൻ ഒരു സസ്പെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണടയ്ക്ക്. കണ്ണൊന്നും നടക്കുന്നില്ല, പറ എന്നാ. കണ്ണടയ്ക്ക്. അടയ്ക്ക്. ആ അടച്ചു പറ. ഇതെന്നാ? മത്സ്യ. പെട്ടക്കണ മീൻ. കൊറേ ദിവസമായി മീൻകറി കൂട്ടിട്ട് ചോറ് കഴിക്കണം എന്നല്ല വിചാരിക്കുന്നത്. എടി നീ മനസ്സിൽ കാണുമ്പോണ്ടല്ലോ ഞാനങ്ങ് ബഹിരാകാശത്ത് കാണും. ഞാൻ ആരാ മോയ്? ഇത് നിങ്ങൾ ആ മമ്മദിന്റെ അടുത്ത് മേടിച്ച മീനാ? അതെ, നമ്മുടെ മമ്മദിന്റെ. എന്നാ ഇത് ചീഞ്ഞതായിരിക്കും. എടി നമ്മൾ സ്ഥിരം മേടിക്കുന്ന മമ്മദിന്റെ പെടക്കുന്ന മീനായത്. നീ ഒന്നും കാണാതെ തീരുമാനിച്ചോ ചീഞ്ഞതാണെന്ന്? ഇത് ഇങ്ങനെ കാണുമെന്ന് വേണ്ട, ഇങ്ങനെ മണത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് അത് ചീഞ്ഞതാന്ന്. എന്തൊരു വാസന. പച്ച മീനാ കൊച്ചത്. ഞാനൊന്നും മുറിക്കത്തില്ല, എന്റെ കയ്യെല്ലാം ചീത്തയാവും. പിന്നെ എന്ത് ചെയ്യും? ആ മാറിക്കടാ. എടീ കഴിക്കാൻ അടിയുള്ളത് ഇത് തീറ്റി മാത്രമേ ഉള്ളൂ. അമ്മയുടെ മകൻ കൊണ്ടുവന്ന ചീഞ്ഞ മീനുണ്ട്, മതിയാവുക? അവന് തന്നെ കൊടുത്തരടി. അമ്മ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. എന്റെ അമ്മ ഇത് ചീഞ്ഞ ഒന്നും അല്ല. ഇത് അങ്ങോട്ട് മണത്ത് നോക്കിയേ, നല്ല പച്ച മീനാ. അമ്മ തുറന്നു നോക്കിയേ. ഇവിടെ ജോലിശരാ അടച്ചു വെച്ച് കണ്ട. അല്ല, ഒന്നാന്തരം പെട്ടക്കുന്ന മീൻ. ഇത് പിടക്കുന്ന മീൻ തന്നെയാ, പക്ഷെങ്കിൽ ഇത് 2 ആഴ്ച മുമ്പേ ഫ്രഷ് ആയിരുന്നു. അമ്മയുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ മീനിന്റെ കുഴപ്പമായി, ഇപ്പൊ അടുത്ത കണ്ണിന്റെ കുഴപ്പമായി. ഇവളുടെ കുഴപ്പാ. നിനക്ക് കറി വെക്കാൻ പറ്റുമോ? എനിക്ക് കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുണ്ടല്ലോ ഈ മീൻ അയാൾക്ക് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് പറ ഇത് ചീഞ്ഞ മീനാണ്, ഇത് എനിക്ക് വേണ്ട, എന്റെ പൈസ ഇങ്ങ് തിരിച്ചു തന്നെ പറ. പൈസ തിരിച്ചു തരാൻ പറയാൻ പറ്റത്തില്ല. അമ്മ അത്യാവശ്യം കൈ പൈസ ഇല്ല, അപ്പൊ അവൻ കടം തരുന്നതാ. ഇതൊന്നും അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കുറച്ച് രൂപ കടം തരുന്നൊരു മനുഷ്യനല്ലേ. നേരത്തെ ചീഞ്ഞ മീനെ നമ്മൾ കഴിക്കണമെന്നാ? ഇതെങ്ങനെ ചീഞ്ഞതാന്നേ? ഇത് പച്ച മീനാ. അമ്മ കറി വെക്കാൻ പറ്റുമോ? ഞാൻ വെച്ചുതരാം മക്കളെ. അടിപൊളി. ഞാനൊന്നും സഹായിക്കത്തില്ല. നീ സഹായിക്കണ്ട. എനിക്ക് നല്ല ഉഗ്രം പിള്ളേരുണ്ട്, അവരെ കൊണ്ട് ഞാൻ അമ്മയെ സഹായിപ്പിച്ചോളാം. അതിന് വേണ്ടിയാ ഒരുത്തിയെ ഞാൻ ഈ എന്താ പറയാ കുക്കറി ഒക്കെ പഠിപ്പിച്ചത്. ഹോട്ടൽ മാനേജ്മെന്റ്. അത് തന്നെ, ഹോട്ടൽ മാനേജ്മെന്റ്. അത് ചീഞ്ഞ മീൻ കറി വെക്കാനല്ല ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം പഠിക്കുന്നത്. ചീഞ്ഞതാകുമ്പോ അവള് നോക്കിക്കോളും. എന്റെ കൊച്ചല്ലേ, അവള് തീരുമാനിച്ചോളൂ ചീഞ്ഞാണോ അല്ലയോ. എന്റെ മക്കള് ഞാൻ പറയുന്ന പോലെ കേൾക്കും. ഒന്ന് പോയി തന്നാ മതി. മക്കളെ അമ്മ റെഡിയാക്ക്, ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടിരാ. ഇവിടെ പോയി പാര വെക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ വിളിച്ചോണ്ടിരാ. ഞാൻ വെച്ചാ നല്ലതാണോടാ? എന്റെ പൊന്നമ്മേ, അമ്മയുടെ ആ കൊടമ്പളി ഇട്ട് വറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നീ കൊതി വിടാ, നീ പിള്ളേരെ വിളിച്ചോണ്ട് നിങ്ങൾ എന്തോ കുറ്റം പറഞ്ഞില്ലേ ഇവിടുന്ന്? ഞാൻ ഒളിഞ്ഞു കേട്ടല്ലോ. നീ ഒളിഞ്ഞോട്ടേ ഉള്ളു നിനക്ക്. നിന്നെ പറ്റി കുറ്റം പറയാനല്ല ഇവിടെ നേരം. ഞങ്ങൾ അടുത്ത് ഇതെങ്ങനെ ക്രിയാത്മകമായിട്ട് മീൻ വെക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നീ ഇത് വെക്കത്തുമില്ല, പട്ടെ കൊണ്ട് തീറ്റി വെക്കത്തുമില്ല. നോക്കട്ടെ നല്ല മീനാന്നൊന്ന് നോക്കട്ടെ ഞാൻ. ഇത് വെക്കാൻ പറ്റേ? ഇത് അങ്ങനെ ആ തോട്ട് കളഞ്ഞേ. ഇടി ഇതേ അഹങ്കാരമാണ് കേട്ടോ. ഇത് വെക്കാൻ പറ്റത്തില്ല. എടുത്തു വെക്കടി. ഞാൻ എടുക്കുമല്ലോ, ഞാനെടുക്കും. കണ്ടോടാ, തലതെറിച്ചതാടാ ഇത്. തലതെറിച്ച് കണ്ടോ കണ്ടോ കണ്ടോ, അഹങ്കാരം പിടിച്ച സാധനം. ഒറ്റ വെച്ചതാണല്ലോ. എന്തുവാടാ ഇത്? ഇതെന്താ ഇങ്ങനെ? എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഒന്ന് പൊളിച്ചിട്ടാ എനിക്ക് കഴിയുന്നില്ല, അമ്മ തീരെ കഴിയുന്നില്ല. അതെല്ലാം പാത്രത്തിലാക്കി വെക്കാതെ കാലിപാത്രം. തലയ്ക്ക് എന്താണ്ട് കുഴപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഇപ്പഴല്ലേ നിനക്ക് തോന്നിയത്, ഇപ്പൊ മനസ്സിലായി തുടങ്ങിയല്ലോ. ഇതിനെ മീനെ ഒന്നും അല്ല കുറ്റം പറയേണ്ടത്, ഇവിടെ ഈ ഭാഗത്തിനാ കുഴപ്പം. ഒന്നുമില്ല, ഞാൻ പോയി പിള്ളേരെ വിളിച്ചോണ്ട് വാടാ. പിള്ളേരെ വിളിക്കാൻ പറ്റത്തില്ല. എന്നെ തുടരുത്. അത് പിള്ളേരെ വിളിക്കാൻ പറ്റത്തില്ല. പിള്ളേരെ വിളിക്കാൻ പോകാൻ പറ്റില്ല. ഇവിടെ നിൽക്കും. പട്ടിയോട്ട് പുല്ല് ഇതിനകത്ത് നീ വിളിച്ചോണ്ടാ. നീ അമ്മ വെട്ടിക്കോ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഞാൻ ഇത് വെച്ച് മോന്തക്കിട്ടോ കീറുന്നോ. നീ പടപ്പൊക്കെ ഞാനും എടുത്ത് അടിക്കും. അമ്മക്കിട്ടൊക്കെ കസേര എടുത്തതെല്ലാം പോണു. ഇത് എന്തിന്റെ കേടാ? എവിടുന്ന് കൊണ്ടുവന്നോടാ ഇതിനെ? സഹിക്കല്ല, എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലേ തിന്നാൻ? അമ്മ ഒന്നും കഴിച്ചില്ലേ? ഓ മക്കളെ, ഒന്നും കഴിച്ചില്ല. വയറ്റിൽ കിടന്നാണ് പരവേശം എടുത്തിട്ട് വയ്യ. എന്നാ പെട്ടെന്ന് മീൻ റെഡിയാക്കിയോ, നമുക്ക് ചോറ്. ഞാൻ റെഡിയാക്കാൻ മോനെ. ഇവിടെ പ്രതിഷ്ഠിച്ചങ്ങനെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നോട്ടെ. മൂദേവി നിങ്ങളുടെ അമ്മ. അമ്മ പറഞ്ഞോട്ടല്ലോ. എന്നെ വിളിക്കുന്നത് കേട്ടിട്ടില്ല. എടി നിന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്താടി? എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങനെ പറയാം. വകതിരിവുണ്ടോടി മര്യാദ? അതെങ്ങനാ? കുടുംബത്തിന് ഒറ്റ അടുത്തൊരു വകതിരിവില്ല. ഓർമ്മമാരെ പറഞ്ഞാൽ മതി. കാലം വളർത്തി വിട്ടതല്ലേ?
ആ ഗുണേ കാണിക്കുള്ളൂ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ഇതിനകത്ത് മൊത്തം ഈ സ്വാതന്ത്ര്യം ഇതൊക്കെ തന്നെ ഉള്ള ഓറടിക്കുന്നല്ലോ. സഞ്ജു SI യൂണിറ്റ് ഓഫ് പവർ ഈസ് ജൂലി. തേർഡ്. അവിടെ ഇരിക്കേ. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ചേച്ചി, നോക്കേ. ഓ, നിന്റെ ഡ്രൈവിംഗ് പഠിപ്പിലൊക്കെ കഴിഞ്ഞാ? ഡ്രൈവിംഗ് പഠിപ്പിക്കലും കഴിഞ്ഞു, ഓടിയലും കഴിഞ്ഞു. ഇതിപ്പോ എനിക്ക് വേണ്ടി ഞാൻ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു. നീ പുറത്ത് PSC പഠിപ്പിക്കണ്ട? എനിക്ക് പഠിക്കാൻ നേരം ഈ ബുക്ക് മൊത്തം. അന്നേരം ഞാൻ പുറത്തോട്ട് പഠിപ്പിക്കാൻ പോകുന്നു. പോയി. നീ ഉദ്ദേശിച്ച PSC അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രേമ സംസാര കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലും. എന്തോ? നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പെണ്ണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. നീ അവരെ ശല്യം ചെയ്യാന്നോ മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞു. ഓഹോ, ആണോ? എന്റെ ഇൻസ്റ്റ ചേച്ചി എന്റെ ചേച്ചിയാന്ന് എന്റെ ഒരു കൂട്ടുകാർക്കും അറിയത്തുമില്ല. പിന്നെ നമ്മൾ തമ്മിൽ ഒരു മോഹച്ചായ പോലുമില്ല. പിന്നെ ചേച്ചിക്ക് മെസ്സേജ് മോഹച്ചായില്ലേ? ഇല്ല. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ പോയി എന്തോന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ? മോഹച്ചായില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോളാം നിന്റെ കാര്യങ്ങളൊക്കെ. എന്ത്? നിന്റെ കുരുത്തക്കേടൊക്കെ. ഞാൻ നിന്റെ ചേച്ചിയല്ലേ, അപ്പൊ ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. ചേച്ചി എന്റെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി അനിയനെ ഉപദേശിക്കണം. ഇപ്പൊ ഉപദേശിച്ചു, ഞാൻ നന്നായി സെറ്റ്. ഇല്ല, അങ്ങനെ ഉപദേശിച്ച് നിന്നെ നന്നാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പോയി പറഞ്ഞു. അവരുടെ ഈ പ്രായം എല്ലാം കഴിഞ്ഞില്ല, പിന്നെ അവരോടൊന്നും ഇങ്ങോട്ടത്തെ കുറേ പറയുന്നു. എനിക്ക് അങ്ങനെ നിന്നെ ഉപദേശിക്കണ്ട. ഞാൻ പോയി പറയാൻ പോവാ. ചേച്ചി ചേച്ചി ഇപ്പൊ എന്താ വേണം പറ. കൈവിട് കൈവിട്. എന്ത് തരും? എന്തായാലും വാങ്ങിച്ചു തരണ? എന്ത് വാങ്ങിച്ചു തരും? അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ, എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തു തരാം. വേണ്ട. പിന്നെ വേറെ എന്ത് വേണം? വേണ്ട. വേറെ എന്ത് തരും? ഇഞ്ചി മിഠായി വേണം. ഇഞ്ചി മിഠായി നിന്റെ മറ്റോൾ കൊണ്ടുകൊടുക്കും. പിന്നെ എന്തോന്ന്? നീ എന്റെ അടിമക്കണ്ണനാവണം. അടിമക്കണ്ണനാ? കേട്ടല്ലേ, അടിമക്കണ്ണൻ. അടിമ ഉണ്ണി. പോ ചേച്ചി ഒന്ന്. അടിമ ഉണ്ണിയെങ്കിൽ അടിമ ഉണ്ണി, അത് മതി. എന്തോന്ന് ചേച്ചി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന മനുഷ്യനെ? ടോർച്ചർ ഒന്നുമല്ല, ഞാൻ പറയണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നീ കേട്ടാ മതി. വേണ്ടേ? അടിമ ഉണ്ണിയെങ്കിൽ അടിമ ഉണ്ണി, ഞാൻ കേട്ടോളാം. മോനൊന്ന് ഉറക്ക ചിരിച്ചേ. ഉറക്ക ചിരിച്ചേ. അങ്ങനെയല്ല, സൗണ്ട് കേൾക്കണം. ചെവി പൊട്ടിക്കണ പോലെയല്ല, മര്യാദക്ക് ചിരിക്ക്. സൗണ്ട് കേക്ക്, നല്ല രസമായിട്ട് ചിരിക്ക്. എന്തൊക്കെ അരിഞ്ഞ് സൗണ്ട് സൗണ്ട് കൊള്ളാം കൊള്ളാം. കണ്ണീന്ന് വെള്ളം. ചേച്ചി, ചേച്ചിനെ അച്ഛൻ വിളിക്കണ്. ഇന്നെന്തിനാ അച്ഛൻ വിളിക്കണേ? എനിക്കറിയില്ല, അച്ഛൻ വിളിക്കുന്നുണ്ട്. നിന്നോട് ഒരു കരച്ചില് തമ്മനെ കരഞ്ഞടാ. മതി മതി, അടിമക്കണ്ണം കരഞ്ഞത് മതി. ചേച്ചി പോയിട്ട് പറ്റേ, ബാക്കി ഞാൻ വരുമ്പോ. എന്നാലും നീ ഇങ്ങനെ അച്ഛനോട് ചെയ്തല്ലോടി. അച്ഛൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ? പിന്നെ എനിക്ക് എന്റെ അമ്മ പറയണ കേട്ട് കേക്കണ്ടേ? അമ്മ പറഞ്ഞത് കേൾക്കുന്നു വെച്ചാൽ അച്ഛൻ പറയുന്നത് കേൾക്കണ്ടേ? അമ്മ പറയണ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ അച്ഛൻ പറയണ എന്തിനാ ഞാൻ കേൾക്കണേ? പിന്നെ ഒരു കാര്യം, ഈ ചീന മീൻ വെച്ചൊക്കെ മീൻകറി ഉണ്ടാക്കുന്നതേ എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെതിരെയാ. ഇവളുടെ അതേ ഭാഷ. നീ ആടി പിള്ളേരൊക്കെ നശിപ്പിക്കുന്നത്. എനിക്ക് എന്റെ മൂത്ത മോളുണ്ട്, ഇവള് മതി. എന്റെ മോളെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി അച്ഛൻ മാർക്കറ്റിൽ പോയി നല്ല പച്ച മീൻ മേടിച്ചോളൂ. ഇവിടെ കൊണ്ടുവന്ന അമ്മ മഹാറാണിക്ക് അത് വെട്ടാനും കഴുകാനും ഒന്നും പറ്റത്തില്ല. അതിനെന്തോ കടലിൽ നിന്ന് പിടിച്ച് ഇവിടെ വന്നപ്പം കുറച്ച് മണിക്കൂർ കഴിഞ്ഞു പോയെന്ന്. എന്തമ്മേ മക്കളെ, അത് ചീഞ്ഞ മീനാ. ചീഞ്ഞ മീനല്ല, പച്ച മീനാ. ചീഞ്ഞ മീനാണോ? നല്ല സ്മെല്ലും ഉണ്ട്. ഇത് ഉണ്ടായിരുന്നോ കേട്ടോ? അച്ഛ ഇപ്പൊ എന്താ കുഴപ്പം? ഇനി കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മ മീൻകറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഇവക്ക് പറ്റുകയല്ല. ഇവക്ക് പറ്റില്ലെങ്കിൽ ചെയ്യണ്ട അച്ഛാ, നമുക്ക് ചെയ്യാം. അത് തന്നെ. എന്റെ പൊന്നു ചേച്ചി ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കല്ലേ. ഞാനാണെങ്കിൽ സഹായിക്കാൻ നിക്കത്തില്ല. ഞാനും സഹായിക്കത്തില്ല. നിങ്ങളോ ചെയ്യുന്നില്ല, വെറുതെ ഇവിടെ കൂടെ മനസ്സ് പഠിപ്പിക്കല്ലേ. നീ ചെയ്യണ്ടാടി, ഞങ്ങള് ചെയ്തോളാം. അടിപൊളി. നീ ചെയ്യോ? ഞാൻ ചെയ്യും. ഇന്ന് എന്ത് പണിയുണ്ടെങ്കിലും ഞാൻ ചെയ്യും. കേട്ടല്ല, എന്റെ മകൾ അങ്ങനെയാ. അച്ഛൻ പറഞ്ഞ അനുസരിക്കും. അതെന്താ അങ്ങനെ ഒരു ഇത്? ഇന്ന് എന്ത് പണിയുണ്ടായാലും ഞാൻ ചെയ്യൂന്ന്? അതങ്ങനെ അമ്മേ, ഇന്ന് എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. ചെയ്യിപ്പിക്കാനാ? ആ, അവിടെ അച്ഛമ്മ ചേച്ചിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ നിക്ക. ചേച്ചി പിന്നെ ആരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ? അതൊക്കെ ഉണ്ട്, അത് നീ വഴിയെ മനസ്സിലാക്കിക്കോളും. ആവശ്യത്തിലുള്ള കാര്യം അറിഞ്ഞാ മതി. അങ്ങോട്ട് പോയേ, ഞങ്ങൾ ചെയ്തോളാം. നീ പോ. ഇത് പോണില്ലേ? ഇല്ല. വേണ്ട, അവിടെ ഒന്നോ. ഓ,
നീ ഒരു കാര്യം ചെയ്യും മക്കളെ, എൻ്റെ മക്കൾക്ക് അത്രക്ക് ജോലി ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ഞങ്ങൾ അമ്മ വേറെ ഒരു ജോലി തരാം. നീ അവക്ക് വേറെ ജോലിയൊന്നും കൊടുക്കണ്ട, അവൾ ഇവിടെ അടുക്കള സഹായിച്ചോളും. ഞാൻ പറയുന്ന പോലെ നീ കേൾക്കത്തില്ല? അമ്മ എന്ത് ജോലി വേണേലും പറഞ്ഞമ്മേ. ആ അതന്നെയല്ലേ അമ്മ പറഞ്ഞത്, അമ്മ വേറെ ജോലി തരാം മക്കൾക്ക്. വേണ്ട, അവളെ അച്ഛന്റെ മോളാ, അച്ഛൻ പറയുന്നേ അവള് കേൾക്കത്തുള്ളൂ. പറയടി. അത് നീ ഞാൻ പറയുന്ന പോലെ കേൾക്കത്തില്ല? രണ്ടുപേരും പറയണത് ഞാൻ കേൾക്കാം. എന്നാ പിന്നെ നീ ഇന്ന് മീൻ മുറിക്കാൻ പാടില്ല. അവള് മീൻ മുറിക്കും. ഞാൻ മീൻ മുറിക്കും. കേട്ടല്ലേ? നീ അങ്ങനെ മീൻ വെട്ടിയിട്ട് നിന്റെ കൈ ഞാൻ വിട്ടു. ആ എന്നാ ചിലരുടെ കൈയൊക്കെ ഒന്ന് പോവും. ആരുടെ? അല്ല ചിലരുടെ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ അന്വേഷിക്കണേ? അമ്മ വാ അമ്മ, ഇവരെന്താന്ന് ചോദിക്കട്ടെ. ചക്കി കൊത്ത ചങ്കര രണ്ടും കൂടെ പോ. മോളെ വാ. ആ, അച്ഛൻ ശരിക്കും ചീഞ്ഞ മീനാണത്. ഒറ്റ ഇടി വെച്ചിട്ട് നല്ല പച്ച മീനെ ഇങ്ങോട്ട് നീ. എന്നാലും മക്കളെ, ആ മധു ഞാൻ പറയുന്ന പോലെ കേട്ടില്ലല്ലോ. നിന്റെ അച്ഛൻ പറയുന്ന പോലെയല്ലേ കേട്ടത്? അവളോട് പോവാൻ പറ അമ്മ. അല്ലെങ്കിലും അവള് മീൻകറി വെച്ചാലേ അത് വളിച്ച മീൻ ആയിക്കോളൂ. അത് നീ ആയിരുന്നെങ്കിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. മധു വെച്ച എന്തായാലും ആ കറി സൂപ്പർ ആവൂടി. കൂടെ നിന്നിട്ട് തള്ള എനിക്ക് തന്നെ താങ്ങണം. നീ കൂടെ നിന്നിട്ട് എന്താ കാര്യം? ലിപ്സ്റ്റിക് മേടിക്കണം, ഐലൈനർ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനല്ലേ നീ എന്റെ കൂടെ നിൽക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ട്? വിട്. അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ മീൻകറി കുളമാണ്, അത്രയല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. ആ ഞാൻ ചെയ്തോളാം. അതെങ്ങനെ? എന്റെ അമ്മ ഈ വീട്ടിൽ ഉടായ്പിനും കുത്തിത്തിരിപ്പിനും ഏറ്റവും ബെസ്റ്റ് ആളാരാ? ആരാ? സഞ്ജു. അവൻ നിൽക്കുവോ നിന്റെ കൂടെ? പിന്നല്ലാണ്ട് ഞാനും അവനും തമ്മിലുള്ള ബോണ്ട് എന്താ നമുക്ക് അറിയത്തില്ല. അവൻ എന്റെ കൂടെ നിന്ന് തന്നെയുള്ളു ആ മീൻകറി കുളമാക്കി തരും. ഞങ്ങള് കൊളാക്കിയപ്പോ കൊക്കളാക്കണം. കൊക്കളാക്കും. പൊട്ട് നേർക്ക് വെച്ചിട്ട് കൊണ്ട 2 പാൻ എടുക്കട്ടെ. അതേ വന്ന് പടക്കണ മീൻ. എടി പുഷ്പേ, ഈ വീട്ടിൽ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കിടന്നാൽ ഞാൻ പുഷ്പം പോലെ ജയിക്കും, നീ പുഷ്പം പോലെ തോറ്റുപോവുകയും ചെയ്യും. എന്താ? പിള്ളേർ സെറ്റ് മുഴുവൻ എന്റെ കൂടെയാ. ആര് പറഞ്ഞ അച്ഛന്റെ കൂടെയാണെന്ന്? ഞാൻ അച്ഛന്റെ കൂടെ ഒന്നും നിക്കത്തില്ലമ്മ. നിന്നെ ആര് കൂട്ടിയിരിക്കുന്നു? നീ പഠിക്ക് പുറത്ത്. മത് മാത്രല്ല അച്ഛന്റെ കൂടെ നിക്കത്തുള്ളൂ, വേറെ ആരും നിക്കത്തില്ല. അത് മാത്രമല്ല എന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ അമ്മ മീൻകറി വയ്ക്കും, അതിന്റെ അരപ്പും സജ്ജീകരണങ്ങളും എന്റെ മകൾ മധു ചെയ്തു കൊടുക്കും. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, തേങ്ങ ചിരണ്ടുക, മീൻ വെട്ടുക, അതൊക്കെ എന്റെ മകൻ സഞ്ജു ചെയ്യും. ഈ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം എന്റെ ഇളയ തടിയനായ പുണ്ണി തിന്നും. എന്തേ? സഞ്ജുവോ? കേട്ടിട്ടില്ല പേര്? സഞ്ജു കൂടെ നിക്കത്തൊന്നുമില്ല. അവന് മീനിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഛർദിക്കാൻ തോന്നുന്ന ടെൻഡൻസി ഉള്ളതാണ്. ചെന്ന് നോക്ക്, അടുക്കളയിൽ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് നോക്കും, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചെന്ന് നോക്ക്, ആ പാര വെക്കല്ലേ, സ്ഥിര സ്വഭാവമാണല്ലോ. എടിയേ, ഈ പിള്ളേർക്കേ അങ്ങോട്ട് കുറെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അവരെ തെറിയും ഒന്നും പറഞ്ഞാൽ പോരാ, അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയിക്കണം. ഇങ്ങോട്ട് നോക്കിയേ. എന്താ ആരുടെ സ്വഭാവം എന്ന് പറഞ്ഞേ? പാര വെക്കുന്ന സ്വഭാവം നിനക്കുണ്ട്, അത് നീ അവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ്. ഓ, ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ നിന്റെ പാര. ഞാൻ കയറി വന്നപ്പോ നീ എന്തോ പറഞ്ഞത്? എന്ത് പെടക്കണം മീൻ വരുന്നെന്ന്. അത് നിങ്ങൾ ഇങ്ങനെ പെടക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൾ പറഞ്ഞത്? എപ്പൊ നോക്കിയാൽ ഇങ്ങനെ പെടക്കണ മീൻ. ഇങ്ങനെ പെടച്ചോണ്ടിരുന്നോ? അവിടെ അടുക്കളയിൽ 4 പേര് നിന്ന് പെടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വളഞ്ഞു കുത്തി ചീഞ്ഞ് നാറിയിരുന്നു. അച്ഛൻ ഒരു സമയത്ത് എന്റെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എടീ, അച്ഛനെന്നും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്കാണ് അച്ഛനോട് സ്നേഹം ഇല്ലാത്തത്. ഞാൻ സ്നേഹമില്ല. സ്നേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് മേടിക്കലല്ല പിള്ളേരോട്. ആ, നിന്നെ കണ്ടല്ലേ ഇവള് പഠിക്കുന്നത്. നീ ഫേക്ക് സ്നേഹം, കള്ള സ്നേഹം. ശരിക്കും നിങ്ങൾ അമ്മ. എന്റെ അമ്മയല്ലടി, നിന്റെ കാലം കലാധരൻ, അവനാ കള്ളൻ. എന്റെ അച്ഛൻ പറയുന്നത് നിനക്ക് എന്റെ അമ്മയെ പറയാം അല്ലേ? കള പെരുങ്കള എന്നാ ഇങ്ങനെ ചിരിക്കാനുള്ളത്? ഓലം കിടാതെ 2 എണ്ണം, അത് തന്നെ 2ന്റെ രക്തം. എന്റെ അച്ഛൻ കാലകരാനല്ല, എന്റെ അപ്പൂപ്പനാ. എടി, ഭാഗ്യദോഷത്തിന് ആ രക്തമാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ അച്ഛന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല നിനക്ക്. ഇപ്പൊ മധു കൂടെ നിക്കുന്നു, അതിന്റെ എന്തോ കള്ള സ്നേഹം അങ്ങനെ കാണിച്ചിട്ട് പിള്ളേരെ വശത്താക്കി വെച്ചിട്ടുണ്ട് 2 എണ്ണത്തിനും. അതെ, അതാണ് കാരണം, വേറെ എന്തെന്ന്? സഞ്ജു കൂടെ നിക്കത്തില്ല. ഞാൻ നോക്കട്ടെ, അവനെ പോയി നോക്കട്ടെ. 2 കൂടെ തുള്ളി പോ. അവിടെ ചെല്ലുമ്പോ അവരെ ഒഴിച്ചു വിടും ഇങ്ങോട്ട്. എന്തുവാടാ ആ ചെതുമ്പിൽ അങ്ങോട്ട് മര്യാദക്ക് ചെത്തിയിട്ടങ്ങ് മീൻ നന്നാക്കും.
എന്നാ അച്ഛമ്മ ഇങ്ങോട്ട് നേരം ചെയ്യാൻ അങ്ങോട്ട് ചേതമ്പല് പോണെങ്കിൽ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. ഡാ നീ അച്ഛമ്മേനെ അടുത്ത് തർക്കുത്തരം പറയോ? ആ പറയും, നീ ഏതാ പറയാടാ, പറയോ? ഇനി ഞാൻ ആരോടും തർക്കത്തിലൊന്നും പറയത്തില്ല പോലെ. ആരോടും പറയണ്ട. നന്നാക്ക അങ്ങട്